നമസ്കാരം. ദീപം FIS യൂട്യൂബ് ചാനൽ പ്രേക്ഷകർക്ക് സ്വാഗതം. ശബരിമല യാത്ര വിശേഷങ്ങളാണ് ഇപ്പോൾ വീണ്ടും അവതരിപ്പിക്കുന്നത്. പൊന്നമ്പലവാസന്റെ കാനന പാതയിലൂടെയുള്ള യാത്ര മധ്യേ പൊന്നമ്പലവാസന്റെ പൂങ്കാവന കവാടമായ നിലയ്ക്കൽ ശിവക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്നാണ് നമ്മളിപ്പോൾ സംപ്രേഷണം ചെയ്യുന്നത്, വീഡിയോ പകർത്തുന്നത്. ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യവും കൂടി അറിയിക്കാനുണ്ട്. ഇത്തരം തീർത്ഥാടന പ്രദേശങ്ങളിൽ വന്നേച്ച് നിസാര വിലയ്ക്ക് ദാവശമിനിയോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളോ ലഭിക്കും എന്ന് വിശ്വസിച്ച് സാധുക്കളായിട്ടുള്ള ഭക്തജനങ്ങൾ അത്തരം വിശ്വാസങ്ങൾ പാടില്ല എന്നാണ് പറയാനുള്ളത്. പഴയകാലത്ത് ഒരു വട്ടുസോഡ ഒരെണ്ണം ഒരു ഭക്തൻ മേടിച്ചു കുടിച്ചേച്ച് അയാളിൽ നിന്നും കടക്കാരൻ ഈടാക്കിയത് 40 രൂപയാണ്. ആ കടക്കാരനും ആ വ്യാപാരി അയ്യപ്പ ഭക്തനും ആ കടക്കാരനും തമ്മിൽ വിലയെ ചൊല്ലി ഒരു തർക്കമുണ്ടായപ്പോൾ കടക്കാരൻ പറയുന്നില്ല, ഞങ്ങൾക്ക് 32 രൂപയ്ക്കാണ് ഈ സാധനം ഇവിടെ ലഭിക്കുന്നത്. അപ്പൊ അയാൾ അയ്യപ്പ ഭക്തൻ പറഞ്ഞു, ഇല്ല, ഇന്നലെ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് 12 രൂപയ്ക്ക് കുടിച്ചാണ്, നിങ്ങൾ 15 മേടിച്ചോ അല്ലെ 20 മേടിച്ചോ, കുഴപ്പമില്ല, 40 രൂപ എന്ന് പറയുന്നത് പകൽക്കൊള്ളയല്ലേ എന്നെല്ലാം പറഞ്ഞ് അവസാനം ആ കടയിൽ സ്റ്റാഫ് പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഇത് 32 രൂപയ്ക്കാണ് കിട്ടുന്നത്, ഞങ്ങൾ 40 രൂപയ്ക്കാണ് വിൽക്കുന്നത് എന്നൊക്കെ പറയുന്നത് മുഴുവനും പരസ്പരം യോജിക്കാനാവാത്ത ഒരു കാര്യമാണ്. എന്തെങ്കിലും ആട്ടെ, പഴയകാലത്ത് വട്ടുസോഡയാണല്ലോ, 10 രൂപയ്ക്ക് കിട്ടും 15 രൂപയ്ക്ക് കിട്ടുമെന്നും പറഞ്ഞ് ഇത്തരം പ്രദേശങ്ങളിൽ വന്ന് ആരും കുടിച്ച് അത്തരം കളിപ്പ് പറ്റരുത്. ആദ്യം സംശയമുള്ള വ്യക്തികൾ ആദ്യം വില ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. കാരണം അങ്ങനെ നമ്മൾ വില ചോദിക്കുമ്പോഴത്തേക്ക് സാമാന്യ രീതിക്കാർ ന്യായമായ വിലയെ പറയുള്ളൂ, അല്ലാതെ ഒരിക്കലും കണ്ണടച്ച് വില പറയുകയല്ല. നമ്മളിപ്പോൾ ഒരു സാധനം മേടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്ന വില കിട്ടണമെന്ന് പറഞ്ഞ് നമ്മൾ വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചു മുമ്പ് നിലയ്ക്കൽ സംഭവിച്ച കാര്യമാണ് ഈ അവതരിപ്പിക്കുന്നത്. ഇതാണ് നിലയ്ക്കൽ നഗരം. ഈ ശബരിമല സീസണിൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഇത്രയും ജനങ്ങളെന്ന് പറഞ്ഞാൽ സ്വാമി അയ്യപ്പന്മാരാണ് കൂടുതലും വരുന്നത്, അല്ലാതെ പൊതുജനങ്ങളായിട്ട് ആരുമില്ല. പിന്നെയുള്ളത് വ്യാപാരികൾ എന്നല്ല, മറ്റാരുമില്ല. കാണാനാണെങ്കിൽ ചുറ്റിക്കറക്കിക്കൊണ്ട് കാണിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇവിടെ ഈ വന്നിരിക്കുന്ന വാഹനങ്ങളിൽ 99% അയ്യപ്പന്മാരുടെ വാഹനം തന്നെയാണ് വന്നിരിക്കുന്നത്, അതല്ലാതെ മറ്റൊന്നുമില്ല. നമ്മൾ നിലയ്ക്കൽ ശിവക്ഷേത്രമാണെങ്കിൽ ഇതുവരെ തുറന്നിട്ടില്ല. അത് 5 മണിയാകാതെ തുറക്കുകയല്ല, ശിവക്ഷേത്രം 5 മണിയാകാതെ തുറക്കുകയല്ല. സ്വാമിമാര് ഓരോരുത്തരും അവരവരുടേതായ കാണാതെ പോയ ആൾക്കാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കാണാം. കംപ്ലീറ്റ് ശബരിമല സ്വാമിമാരാണ്, അല്ലാതെ വെളിയിൽ നിന്നുള്ളവരാരുമില്ല. നാട്ടുകാരെന്ന് പറയുന്നത് വളരെ ചുരുക്കം പേര്. അത് ഞാൻ കുറച്ചും പറഞ്ഞ പോലെ വ്യാപാരികളായിട്ടുള്ളവരൊക്കെ ഉള്ളൂ, അല്ലാതെ നാട്ടുകാരൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ തന്നെ മൊത്തം കൊട്ടേഷൻ എടുത്ത് വെച്ച് കൈമറിഞ്ഞു പോകുന്ന കേസാണെന്നാണ് തോന്നുന്നത്. അല്ല പിന്നെ ഈ നിസാര വട്ടസോടയ്ക്കൊക്കെ ഒന്നും ഇത്രയും വില വരാൻ വഴിയില്ല, മനസ്സിലായോ? സാധാരണ നമ്മളിപ്പോ നാട്ടിൻ പ്രദേശത്ത് എന്താ പറയുക, 10 രൂപയ്ക്ക് വിൽക്കുന്ന സാധനം ഇവിടെ 20 രൂപ, അത് ന്യായമായ വിലയാ. പക്ഷെ 20 തൊട്ട് 40 രൂപ വില വരിക എന്ന് പറയുന്നത് സത്യത്തിൽ അത് 3-4 പേരുടെയൊക്കെ കൈമറിഞ്ഞു വരുന്ന കേസായിരിക്കും. അതായിരിക്കും അത്രയും വില വരുന്നത്, അല്ലാതെ അത്രയും വില വരികയല്ല എന്നാണ് എൻ്റെ വിശ്വാസം. സാധാരണ നമ്മൾ ആടുതേ കൂടെ നടന്ന് പോകുമ്പോഴും ആ പ്രദേശങ്ങളിൽ പൊതുവെ വില കൂടുതലാണ്. അത് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഈ മണ്ടയുടെ മുഖത്തിൽ ഇവർ ചുമന്ന് കയറ്റി കൊണ്ടുപോകണ്ടേ എല്ലാ സാധനങ്ങളും, അപ്പൊ അതിൻ്റെതായ വില വരും. ഇവിടെ പിന്നെ അത്രയും പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ എല്ലാം വാഹനത്തെ തന്നെയാണ് ഇവിടെ സാധനങ്ങൾ ഇവിടെ വഴിക്ക് വരും. എന്നിട്ടാണ് ഈ തലവെട്ട് കൂലി റേറ്റ്, അതെന്തേലും ആട്ടെ. ഇത്തരം പ്രദേശങ്ങളിൽ വരുന്നവര് വില ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സാധനങ്ങൾ മേടിക്കുക. അതാകുമ്പോൾ നിങ്ങൾ ആദ്യമേ നമ്മൾ വില ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ 30 രൂപയ്ക്ക് വിൽക്കുന്ന സാധനം 20 രൂപയ്ക്ക് തന്നിരിക്കും.
അങ്ങനെയാണല്ലോ. കാരണം അതിന്റെ പേരിൽ 5 രൂപയ്ക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല എന്ന ഒരു മനോഭാവത്തിൽ അവർ ചെയ്യും. 30 രൂപയ്ക്ക് വിൽക്കേണ്ട സാധനം 25 രൂപയ്ക്ക് തന്നിരിക്കും. നേരെ മറിച്ച് നമ്മൾ വില ചോദിക്കാതെ നമ്മൾ ആ സാധനം ആദ്യമേ മേടിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 30 രൂപയ്ക്ക് വിൽക്കേണ്ട സാധനം ചിലപ്പോൾ 35 രൂപയും മേടിച്ചെന്നിരിക്കും. ഈ തക്കം നോക്കിയാണ് ഇങ്ങനെയുള്ള ഈ സീസൺ കച്ചവടങ്ങൾ എന്ന് പറയുന്നത്, സന്ദർഭം നോക്കിയാണ്. അതുകൊണ്ട് ഇത്തരം പ്രദേശങ്ങളിൽ, തീർത്ഥാടന പ്രദേശങ്ങളിൽ വരുന്ന ഇവിടെയാണെങ്കിലും ശരി, പളനി ആയാലും ശരി, മറ്റുള്ള തിരുപ്പതി ആയാലും ശരി, മറ്റേ വേളാങ്കണ്ണി ആയാലും ശരി, എവിടെ പോയാലും ശരി, ഇത്തരം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്ന ഭക്തജനങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. പിന്നെ കൂടുതൽ വൈകിക്കുന്നില്ല. ഇവിടെ നിന്ന് നമ്മൾ നേരെ പമ്പയിലേക്ക് പോവാണ്. നിലയ്ക്കൽ ക്ഷേത്രം ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഒന്ന് കാണണം, ഒന്ന് തൊഴണമെന്ന് ആഗ്രഹിച്ചു. വന്നു, കണ്ടു, തൊഴുതു. നട തുറന്നില്ല, എന്നാലും പുറമേ നിന്ന് തൊഴുതു. ഇനി മടങ്ങുകയാണ്. ഇനി പമ്പയ്ക്ക് ചെന്നിട്ട് വേണം, ഇനിയിപ്പം ചെല്ലാനുള്ള പമ്പയാണ്. പമ്പയ്ക്ക് ചെന്നിട്ട് വേണം ഫോണൊന്ന് എവിടെയെങ്കിലും കുറച്ച് റീചാർജ് ചെയ്യാനായിട്ട്. ഇവിടെ നിലയ്ക്കല്ല കംപ്ലീറ്റ് പാർക്കിംഗ് കേട്ടോ. ശബരിമല പാർക്കിംഗ് ഇല്ല. നിലയ്ക്കലാണ് കംപ്ലീറ്റ് പാർക്കിംഗ്. സ്വകാര്യ വാഹനങ്ങളുടെ കംപ്ലീറ്റ് പാർക്കിംഗ് നിലയ്ക്കല, പമ്പയിലല്ല. നിലയ്ക്കൽ ഇറങ്ങിയിട്ട് ഭക്തജനങ്ങളെല്ലാം KSRTC ബസ്സിൽ പമ്പയിൽ പോകണം. ടൗൺ സർവീസ് ഉണ്ട്, അതിൽ പമ്പയിൽ പോകണം. അങ്ങനെയാണ് തോന്നുന്നു. മുഴുവൻ വാഹനങ്ങളും പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ തന്നെ. രണ്ട് ഏക്കർ കണക്കിന് സ്ഥലത്താണ് വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലയ്ക്കൽ ശിവക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള തത്സമയ സംരക്ഷണമല്ല, വീഡിയോ റെക്കോർഡിംഗ് അല്ലെങ്കിൽ പകർത്തിയ ദൃശ്യങ്ങൾ ഇവിടെ ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. ഇവിടെ പൊതുവെ നെറ്റ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ലൈവ് വരാത്തത്. ലൈവ് വരാനാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ നെറ്റ് കുറവാണ്, ലൈവ് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നേരെ ഇത് അപ്ലോഡ് ചെയ്യുകയാണ്. അടുത്തത് നമുക്ക് പമ്പയിൽ കാണാം. പമ്പാ നദിയിൽ ഇറങ്ങുന്നതും, പമ്പയിൽ ചെന്നാൽ അവിടെ ഒരു പാസ് എടുക്കുന്ന ഒരു ജോലിയുണ്ട്. അത് വലിയൊരു ജോലിയാണ്. എരുമേലി ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര ആളായിരുന്നു. ഇതിന്റെ 4 ഇരട്ടി ആളുണ്ടാവും പമ്പയിൽ. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ആ സമയം കൊണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പമ്പയിൽ നിന്നും മല ചവിട്ടുമ്പോൾ ലൈവ് നെറ്റ് ഉണ്ടെങ്കിൽ ലൈവ് വരും, അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.